ഹൈവ ഓർക്കയില്ലാന്നുണ്ട്. ഇവൻ നല്ല ഓർക്കണല്ലോ. എടാ എണീക്കടാ, വീടെത്തി. വീടെത്തിയാ ഇത്ര കിട്ടമ്മ. ഹാ, നിങ്ങൾ വന്നോ? കേറി വാ ഇങ്ങോട്ട്. എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. ഓ, വഴി മൊത്തം ട്രാഫിക് ആയിരുന്നു. അതാ ഇത്ര ലേറ്റ് ആയി. ബ്ലോക്ക് ആയിരുന്നല്ലേ? ഞാൻ വിളിച്ചു ഈ കൊച്ചിനെ കൊണ്ട് വേറെ എവിടെയൊക്കെ കറങ്ങാനൊക്കെ പോയെന്ന്. നിന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ദേ മമ്മി നിർത്തിക്കേ, എനിക്കെന്താ ഇത്രക്കും ബോധമില്ല. എന്താ മമ്മി ഇങ്ങനെ പറയണേ? ബോധമില്ലാത്തോണ്ട് തന്നെയാ ഞാൻ വിളിച്ചത്. മമ്മി ഒന്ന് നിർത്തിക്കേ. ഓ, ഞാൻ നിർത്തി. ഓ, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. മക്കളിങ്ങോട്ട് വന്നേ. ഇത്ര കൊല്ലായി ഇങ്ങനെ കണ്ടിട്ട്. വിവരങ്ങളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മക്കളെ വിഷമിക്കണ്ട. അഭിമാനം നമുക്ക് കണ്ടെത്താം. അവനോടെ പോകാൻ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അഭിമാനം കണ്ടെത്തട്ടെ. മക്കളെ വിഷമിക്കാതെ മക്കൾ പോയി ഫ്രഷ് ആയിട്ട് അമ്മ അവിടെ ടവലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വല്ലതും കഴിക്കും. ഓ, ഞാനാകുമ്പോൾ ക്ഷീണിച്ചു. എടാ 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 എടാ, നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഞാൻ നീക്കടാ. നീക്കാൻ പോയി ഫ്രഷ് ആവടാ. നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ല പുറത്ത് പോയി വന്നാൽ ഫ്രഷ് ആവാതെ ഇവിടെ ഇരിക്കുന്നതിന് എപ്പോഴും പറയാറുണ്ട് നിന്നോട്. ഇടിച്ചു പോയി ഫ്രഷ് ആവടാ. ഓ, അറിയാതെ ഒന്നും ഇവിടെ ഇരുന്ന് പോയതാ, ക്ഷമിച്ചേക്ക്. മക്കളെന്താ നോക്കിയിരിക്കുക? മക്കൾ പോയി ഫ്രഷ് ആയി. ഇത് ഇവിടെ സ്ഥിര. മക്കൾ പോയി ഫ്രഷ് ആയി. ഓക്കെ മമ്മി. എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവ ഫ്രഷായി? ഓ, നമ്മള് പോവാനേ. എന്നോടും കൂടെ അല്ലേ ഞാൻ പറഞ്ഞത്. ഓ, ദാ പോവാ. അല്ല, ഇവിടെ രണ്ട് കുരുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, അത് രണ്ടും ഇവിടെ? അത് തന്നെ ഞാൻ മറന്നു. എന്തിനാടാ നീ പിള്ളേരെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണേ? ഇവിടെ കിടന്ന് എന്ത് ബഹളായിരുന്നു. ഒരു സ്വൈരം തന്നിട്ടില്ല കൊച്ച്. അവസാനം മീനും എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നു. പിന്നെ അവളുടെ ഏതോ കൂട്ടുകാരൻ മാടിച്ചിരുന്നോ, അവൻ്റെ കൂടെ പോവാണെന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ നോക്കിയതാ. പിന്നെ മീനുവിനെയും കൂട്ടി ഞാൻ പറഞ്ഞപ്പോൾ നിന്നെ കൈ കെട്ടട്ടെ എന്നൊക്കെയാ പറഞ്ഞേ. എന്തുവാടാ, എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞാൽ പറ്റുള്ളൂ. എന്തിനാ വെറുതെ കൊച്ചിനെ ഇങ്ങനെ? അമ്മ എന്തേ പറയുന്നേ? അവക്ക് വേണ്ട പടക്ക് ഞാൻ ഓൾറെഡി വാങ്ങി മേലത്തെ റൂമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണോ കൊച്ചിനെ ഈ വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞത്? അവളെ ഒന്ന് ദേഷ്യം പഠിപ്പിക്കാൻ, അല്ലാതെ എന്തിനാ? ഇതൊക്കെ ഒരു രസമില്ലമ്മ. ആ, രണ്ടും കൂടെ രസം കൂടി ഇവിടെ കിടന്ന വല്ല തല്ലും വഴക്കുണ്ടായില്ല. രണ്ടിനും കിട്ടേണ്ടിരുന്നു. വലുതായൊന്നും ഞാൻ നോക്കില്ല. ഏയ് ചേച്ചി, ഞാനായിട്ടൊരു പ്രശ്നമില്ല. പിന്നെ അവളായി ചൊറഞ്ഞു വന്നാ പിന്നെ എന്താ ചെയ്യാ? ഏടാ, നീ മനഃപൂർവ്വം അവളോട് തല്ലുണ്ടാക്കാൻ വേണ്ടി നീനൊക്കെ കാട്ടിക്കൂട്ടുന്നേ. നിനക്ക് കിട്ടും ആദ്യം, പറഞ്ഞില്ലെന്ന് വേണ്ട. അത് ശരി, അവള് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന അത് കൊള്ളാലോ കഥ. അവക്ക് വേണ്ടിയേ ഞാൻ എത്തോരം പടക്കം ഇവിടെ വാങ്ങിച്ചു വെച്ചേ. ഹാ, അത് പറഞ്ഞ പോലെ അവളും പടക്കം വാങ്ങാനല്ലേ പോയേ. ഭഗവാനെ, ഇന്നും നമുക്ക് ആർക്കൊടുക്കില്ല. ഹാ, ഇപ്രാവശ്യം വിഷു നമുക്ക് കളറാക്കാം. എന്തായാലും അവനും വന്നില്ലേ. കളർക്ക് ആയിട്ടോ അവസാനം വീടും പരിസരം ക്ലീൻ ആക്കിയില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ എൻ്റെ തലക്കിട്ടല്ലോ. രണ്ടിനും എൻ്റെ അടുത്ത് നല്ലോണം കിട്ടും. അതൊന്ന് ഓർമ്മയെ സൂക്ഷിച്ചാൽ കൊള്ളാം എൻ്റെ കുഞ്ഞു മോനും. ഹേയ്, മമ്മി ആ കാര്യത്തിൽ പേടിക്കണ്ട കേട്ടോ. ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. ഞങ്ങൾ എന്നെ ക്ലീൻ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി അധികം കിന്നരിക്കാതെ മക്കൾ പോയി ഫ്രഷ് ആവും. ഓക്കെ എൻ്റെ മീനക്കുട്ടി, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. ഇല്ല, മക്കൾ ഫ്രഷ് ആയി വന്നു. ആ മമ്മി. എന്നാ വാ, മക്കൾക്ക് അമ്മ ഫുഡ് എടുത്തേ. വാ, വന്നിരിക്കും. അത് കുഴപ്പമില്ല മമ്മി, അവനും കൂടെ വരട്ടെ, എന്നിട്ട് ഒരുമിച്ചിരിക്കാം. എന്നാൽ ഞാൻ അവനെ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ. വന്ന് ഞാൻ വാവ്, ഇതൊക്കെ എൻ്റെ മമ്മി ഉണ്ടാക്കിയാണ്. ഇല്ല,
പുറത്തുനിന്ന് വാങ്ങിയതാ. എന്തേ? പുറത്തുനിന്ന് വാങ്ങിയാണോ? ആ, കണ്ടപ്പോൾ എനിക്കും തോന്നി. ഇവനെ ഇന്ന് ഞാൻ എപ്പോഴെപ്പോഴും എൻ്റെ വായിൽ നിന്നും കിട്ടില്ലേ, നിനക്കൊരു മനസ്സമാധാനം ഇല്ലേ? നീ ഇനി വാ തുറന്നു. മക്കൾ പറ, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? എടാ, സത്യം മാത്രം പറ, ദേവിയത് പൊക്കാനും നിൽക്കല്ലേ, പിന്നെ ആകാശത്തായി പോവും. അതിന് എന്നോട് ആരഭിപ്രായം ചോദിച്ചു? ഞാൻ മക്കളോട് ചോദിച്ചു, മക്കൾ പറ. അതിപ്പോൾ എന്ത് പറയാനാ, അമ്മയുടെ ഭക്ഷണം അടിപൊളിയല്ലേ. എത്ര വർഷങ്ങൾക്ക് ശേഷം കഴിച്ചത്, നല്ല അതേ ടേസ്റ്റ്. അമ്മയുടെ ഭക്ഷണം വാ. ആണോ? എന്നാൽ മക്കൾ കുറച്ചുകൂടി എടുത്ത് കഴിച്ചു. ഇതാ അമ്മ വിളമ്പിട്ട്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അത്രക്ക് ബില്ല് കൊടുക്കണ്ട. ഇപ്പൊ പണി കിട്ടിയില്ലേ? അമ്മ അവൻ ആദ്യം തന്നെ എങ്ങനെയോ കഴിച്ചത്, അമ്മ ഇങ്ങനെ വീണ്ടും അവനിട്ട് ടോർച്ചർ ചെയ്യല്ലേ. ഭക്ഷണത്തിന്റെ രുചി താങ്ങാൻ പറ്റാതെ അവൻ ഇപ്പം തന്നെ തിരിച്ചു പോകുന്നത് അല്ലേടാ? ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല മമ്മി, മമ്മിയുടെ ഭക്ഷണം അടിപൊളിയെന്ന് ആർക്കാ അറിയാത്തേ? ആണോടാ കൊച്ചനെ? എന്നാൽ കുറച്ചുകൂടി വിളമ്പിത്തട്ടെ. അയ്യോ വേണ്ട, ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത്ര വലിയ പണിഷ്മെന്റ് തരണോ മമ്മി? വേണ്ടെങ്കിൽ വേണ്ട, എന്നാ എൻ്റെ മക്കൾ കഴിക്കണ്ട. എന്നാ എൻ്റെ കൊച്ചന് കുറച്ചങ്ങ് വിളമ്പി. ഇതങ്ങ് ആരെയെ പറഞ്ഞാൽ പോരെ. എന്നാൽ നിങ്ങൾ കഴിക്കും, ഞാൻ അവരെ രണ്ടുപേരും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ എത്തിയെന്ന് അറിയണല്ലോ. അവരിങ്ങെത്തൂല, എന്തിനാ വെറുതെ വിളിക്കണേ? അറിയാം, എന്നാലും ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ. നമ്മുടെ ഭക്ഷണമൊക്കെ കൊള്ളായിരുന്നില്ലേ? പിന്നെ അടിപൊളി തന്നെ, അടിപൊളി തന്നെ. ഇത് നോക്കി, എൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ ഒന്ന് കാണിച്ച്. ഇത് ഞാനാണ്, ഇത് ഞാനല്ല, വേറെ ആരോ ആണ്. ഒന്ന് പോയാടാ, ഇത് നീ തന്നെയാണോ? എന്നെ കാണാൻ ഇത്ര സുന്ദരനായിരുന്നു, പിന്നെ അതുകൊണ്ട് പറയാനുണ്ടോ? എന്തായാലും കുരങ്ങ അവിടെ എത്തിയിട്ടുണ്ട്, അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. മതി, പ്രശ്നത്തിന് നമുക്ക് പോകണ്ട, രണ്ടിനും കൂടെ തല്ല് കാണാൻ വയ്യത്തുണ്ട്. വെറുതെ ഇവിടെ അവനെ നടന്നത് തന്നെ. നീ ഇങ്ങോട്ട് വന്നേ. ആ, തിരിച്ചിടണോ?